മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിലാപത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അപ്പോൾ പുതുപുത്തൻ അനുഭവങ്ങളുമായി ദൈവം വീണ്ടും കടന്നു വരുന്നു നമ്മിലേക്ക്, കരുണയായി, സ്നേഹമായി. അതിൻ്റെ അടയാളമാണ് ഒരു ദിവസത്തെ ആയുസ് നമുക്ക് നീട്ടി തന്നത് തന്നെ. ദൈവം നമ്മിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്തത്. നിങ്ങൾ പോയി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഈ ഒരു ദിവസം സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ, മറ്റുള്ളവരെ വളർത്തുവാൻ ഈ ഒരു ദിവസം ദൈവാനുഗ്രഹം നിറഞ്ഞതാക്കി മാറ്റാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ അടിത്തറ ആകേണ്ടതാണ്. പക്ഷെ അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ, ശിഥിലമായ ബന്ധങ്ങൾ ശരിയാകുന്നതിനും കുടുംബത്തിൽ സ്നേഹവും പരസ്പര ധാരണയും വളർന്നു വരുന്നതിനും എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് തിരുക്കുടുംബത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മ വഴി നമുക്ക് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് ദൈവം നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ആ വചനം, അത് സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അമ്മയുടെ ഉദരത്തിൽ ദൈവപുത്രൻ മാംസം ധരിക്കാൻ ഇടയായത് അവിടുത്തെ ഇടപെടൽ കൊണ്ടാണല്ലോ. അതുപോലെ ഞങ്ങളിലും കർത്താവ് ഞങ്ങളിൽ രൂപപ്പെടുവാൻ ഇടയാക്കണമേ. അതിന് ഈ വചനം ഞങ്ങൾക്ക് കാരണമാകട്ടെ. ഈ വചനം ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ ഇടയാകട്ടെ. ഞങ്ങളിൽ ഈ വചനം വേരൂന്നാനും ഹൃദയത്തിൽ അത് ആഴത്തിൽ പതിഞ്ഞ് ഫലം ചൂടാനും ഉള്ള വലിയ കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, അവിടുത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. വചനം മാംസം ധരിച്ച് ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ,
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. പ്രിയമുള്ളവരെ, അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെല്ലാനിടയായി. ആ വീട്ടിൽ 8-10 മക്കളുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു സന്ദർഭമായിരുന്നു. അവിടെ മക്കളുമുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, എല്ലാവരും കൂടെ കൂടി ഒരു വലിയ സമൂഹം. ആ വീട്ടിൽ ചെന്നതേ മനസ്സിലായി, ജീവനുള്ള ഒരു കുടുംബം. എത്ര സന്തോഷകരമായ അനുഭവം! അവിടെയുള്ളവർ തമ്മിൽ തമ്മിൽ ഇടപെടുന്നത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. കാപട്യമില്ല, വക്രതയില്ല, സ്വാർത്ഥതയില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, പകയില്ല. ഒറ്റ മനസ്സ്, ഒരൊറ്റ ഹൃദയവുമായി ജീവിക്കുന്ന ആ കുടുംബം, വേറിട്ട ഒരു കുടുംബം, ജീവനുള്ള കുടുംബം. ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ മനസ്സിലാകാൻ പറ്റും, സിമിത്തേരി കയറുന്നത് പോലെയാണ്, ശ്മശാന മൂകതയാണ്. പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കുടുംബം സ്നേഹത്തിൻ്റെ അനുഭവമാണ്, സ്വർഗത്തിൻ്റെ തനി പകർപ്പ്. അവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, വലിയൊരു സന്തോഷം തോന്നും, നമുക്കും തോന്നും. കാരണം എന്താ? ഇവിടെ പറയുന്നുണ്ടല്ലോ, യേശു ആദ്യം പറഞ്ഞ വചനം, എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം. ആരും വിഷമിക്കാനോ ടെൻഷൻ പിടിക്കാനോ അസ്വസ്ഥരാകാനോ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. നമ്മളുടെ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും. വിപരീത അനുഭവങ്ങൾ ഉണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, കുരിശിൻ്റെ അനുഭവം ഉണ്ടാകും, രോഗത്തിൻ്റെ സാഹചര്യങ്ങളുണ്ടാകും, കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാം. ഏതനുഭവമായാലും അത്തരം അനുഭവങ്ങളെയും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെയും നമ്മൾ നോക്കിക്കാണുന്ന വിധം പോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും ദുഃഖവും സന്തോഷവും ഒക്കെ. ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതമില്ലല്ലോ, എല്ലാം തികഞ്ഞൊരു ജീവിതവും ഇല്ല. പക്ഷേ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും സ്നേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈ സന്തോഷം നമ്മളിൽ കുടികൊള്ളാനുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് ഇതാണ്. ഏത്? ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അതാണ് ഈ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വ്യക്തമാണ്. ഈ യേശുവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ്. അപ്പോൾ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒറ്റമൂലി അതാണ്. യേശു കൂട്ടിച്ചേർക്കുന്നുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ത്യാഗത്തിൻ്റെ ഉരകല്ല്
അതിനാണ് സ്നേഹത്തിൻ്റെ മാറ്റ് ഉരച്ചു നോക്കുന്ന മേഖല അവിടെയാ. സ്വയം ത്യജിക്കുന്ന അനുഭവം, സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കുന്ന കർത്താവിൻ്റെ സ്നേഹം. അടിസ്ഥാനപരമായിട്ട് അതാണ് കാണുന്നത്. ഈ സ്നേഹം നമുക്ക് മറ്റുള്ളവരോടുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് നിറയും. കാരണം നമ്മൾ നമ്മളെ തന്നെ മറക്കുകയാണ്. സ്വയം മറക്കുകയും കൂടെയുള്ളവരെ ഓർക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സ്നേഹത്തിൻ്റെ അനുഭവം ഉള്ളിടത്ത് ഒരിക്കലും സന്തോഷം നഷ്ടപ്പെടില്ല. പല കുടുംബങ്ങളും നരകമായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്വാർത്ഥപരമായ സ്നേഹം, പരസ്പര വിശ്വാസം കുറയുന്ന അനുഭവം. ഇവിടെ ഈ യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നുണ്ടല്ലോ സ്നേഹം എന്താണെന്ന്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഈ മനോഭാവത്തോടു കൂടി എൻ്റെ കൂടെയുള്ളവരെ ഞാൻ കാണാൻ കഴിയണം. അവിടെ യഥാർത്ഥ സ്നേഹം ഉടലെടുക്കും. ദൈവിക സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. ദൈവം ഓരോ മനുഷ്യനെയും നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? വിലയുള്ളതായി നോക്കിക്കാണുന്നു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. അതുകൊണ്ടാണ് സ്വർഗം വിട്ട് താഴേക്ക് ഇറങ്ങാൻ പുത്രനെ പ്രേരിപ്പിച്ചത്. മനുഷ്യനെ വിലയുള്ളതായി കണ്ടു. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ വിലപ്പെട്ടവരാണ്, ബഹുമാന്യരാണ്, പ്രിയങ്കരരാണ്. പ്രിയം തോന്നുന്ന അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മനോഭാവത്തോടു കൂടി നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നിടത്ത് സ്വയം മറക്കും. അമ്മ തൻ്റെ കുഞ്ഞിനെ, രോഗത്തിലിരിക്കുന്ന കുഞ്ഞിനെ തോളിലിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് കലർപ്പില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പതിപ്പാണ്. എല്ലാം മറക്കുകയാണ് കുഞ്ഞിന് വേണ്ടി. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെയൊക്കെ വളർത്തി ഈ രീതിയിലാക്കിയത് നമ്മൾ മറക്കരുത്. അവരെ വിലയുള്ളതായി കാണണം. മാതാപിതാക്കന്മാർ വിലയുള്ളതായിട്ട് കാണണം. അവരെ വിലപ്പെട്ടവരായിട്ട് കരുതാത്തത് കൊണ്ടാണ് ഭാരമായും കുരിശായും തോന്നുന്നത്. ഇവിടെ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. നമുക്ക് സന്തോഷമുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സന്തോഷം ഉണ്ടാകണം. എപ്പോഴാണ് നമ്മുടെ സന്തോഷം മഹത്തരമാകേണ്ടത്? നമ്മൾ മൂലം മറ്റുള്ളവർ സന്തോഷിക്കാൻ ഇടവരുന്നതാണ് നമ്മുടെ സന്തോഷത്തെ മഹത്തായ ഒന്നാക്കി മാറ്റുന്നത്. നമ്മൾ മൂലം മറ്റുള്ളവർ സന്തോഷിക്കാൻ ഇടയാകണം. അപ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഇനി ദാസന്മാരെന്ന് വിളിക്കില്ല. യേശുവിൻ്റെ മറ്റൊരു സ്നേഹത്തിൻ്റെ പ്രത്യേകത ഏതാണ്? സ്നേഹിതരെന്ന് വിളിക്കുന്നു. കർത്താവ് വാക്ക് മാറ്റിയിട്ടില്ല. യൂദാസ് ഒറ്റിക്കൊടുത്ത യൂദാസ്, ആ യൂദാസിനെ കർത്താവ് സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. നേരെ മറിച്ച് തള്ളിപ്പറയാനിരിക്കുന്ന പത്രോസിനെ, ഈ കുരിശുമരണവും പീഡാസഹനവും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പത്രോസിനെ, ആദ്യത്തെ മാർപ്പാപ്പയെ, കർത്താവ് വിളിച്ചത് സാത്താനെ എന്നാണ്. പക്ഷെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ വിളിച്ചത് സ്നേഹിത എന്നാണ്. ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. കർത്താവ് വാക്ക് മാറ്റിയില്ല. അതാ ഇവിടെ കാണുന്നത്, സ്നേഹിതന്മാരാക്കുന്ന സ്നേഹം. യേശു അതുപോലെ തന്നെ യേശുവിൻ്റെ ജീവിതത്തിൽ കാണുന്നത് അലിവുള്ള സ്നേഹം, മനസ്സലിവുള്ള സ്നേഹം. യേശു വലിയ ജനാവലിയെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു. അവർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം തിന്ന ജനക്കൂട്ടത്തിൻ്റെ വയറ് നിറഞ്ഞപ്പോൾ കൊടുത്ത യേശുവിൻ്റെ മനസ്സും ഹൃദയവും നിറഞ്ഞു. ഈ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ട്. മുറിച്ച് പങ്കുവെച്ച് നമ്മെ നമുക്കുള്ളതും കൊടുക്കുന്നിടത്താണ് അപ്പത്തിന് ജീവൻ വെച്ച അനുഭവം. അല്ലാത്ത മുറിക്കപ്പെടാത്ത അപ്പം മൃതമാണ്.
നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം. ജീവിത പങ്കാളിക്ക് വേണ്ടി ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾ പരസ്പരം. അവിടെയാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. വിധവയായ സ്ത്രീ അവരുടെ ഏക മകൻ മരിച്ചപ്പോൾ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് കർത്താവ്, വഴിയേ പോയ കർത്താവ് അവിടെ നിന്നു. അനുകമ്പ തോന്നി അവളോട്. ആ മകന് ജീവൻ തിരിച്ചു കൊടുത്ത് അമ്മയെ ഏൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം. കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ച കുഷ്ഠരോഗിയുടെ കരച്ചിൽ കേട്ട് നിന്നവൻ കർത്താവ്. അതാണ് കർത്താവ് ഇത് പറഞ്ഞിട്ടാ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. പാപികളെ, ചുങ്കക്കാരെ, സമൂഹം വെറുത്തു തള്ളിയവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം നമുക്ക് പറ്റുമോ? അത് നമ്മൾ പലരെയും ഒഴിവാക്കുമ്പോൾ കർത്താവ് അവരെ ഉള്ളിലാക്കുന്ന അനുഭവമാണ്. വ്യഭിചാരം ചെയ്തവനെയും ചുങ്കക്കാരെയും പാപികളെയും സ്വന്തമാക്കുന്ന കർത്താവ്. ഒരിക്കലും കുറ്റം വിധിക്കാത്തവൻ. നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയുമെന്ന് ചോദിച്ച ഒരൊറ്റയാൾ കർത്താവേ ഉള്ളൂ. ആ കർത്താവ് പോലും ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, വിമർശിക്കുന്നില്ല, വിധിക്കാൻ അധികാരമുണ്ടായിട്ടും വിധിക്കുന്നില്ല. അപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹം. നിന്റെ ശത്രുവിനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഒരു കരണത്തറിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുക. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ, ബാക്കി നമുക്കറിയാമല്ലോ, എന്ന് പഠിപ്പിച്ചവൻ യേശു കുരിശിൽ ബലി പൂർത്തിയാക്കും മുമ്പ് പ്രാർത്ഥിക്കുവാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് പഠിപ്പിച്ചത് പ്രവർത്തിച്ച് കാണിച്ചു തന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സമാധാനവും സന്തോഷവും കിട്ടാനുള്ള ഒറ്റമൂല്യം അതാണ്. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. 4 മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതാണ്. അതൊരിക്കലും അസ്തമിക്കുന്നില്ല. ദയയുണ്ട്, അസൂയപ്പെടുകയില്ല. സ്നേഹമുണ്ടെങ്കിൽ ആരെയും കുറ്റം വിധിക്കില്ല, ആത്മപ്രശംസ ചെയ്യില്ല, അഹങ്കാരമുണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർക്ക് അനുചിതമായി പെരുമാറുകയില്ല. അവനിൽ സ്വാർത്ഥതയില്ല. മറ്റുള്ളവരുടെ നന്മ മാത്രമേ അവന് നോട്ടമുള്ളൂ. അവൻ കോപിക്കില്ല. സ്നേഹം രാഹിത്യത്തിൻ്റെ അടയാളമാണ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന അനുഭവം. വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല സ്നേഹമുള്ളപ്പോൾ. അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, പരസ്പരമുള്ള വിശ്വാസം. അത് ഈ സ്നേഹം കുറയുമ്പോൾ ഇതെല്ലാം പോയി, താറുമാറായി. അതുകൊണ്ടാണ് ഈ സ്നേഹമാണ് കർത്താവ് നമ്മളോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. മരണശേഷം സെൻറ്റ് പൂശിയിട്ട് കാര്യമില്ലല്ലോ മൃതശരീരത്തിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതം സ്നേഹിച്ചും മറ്റുള്ളവരോട് ക്ഷമിക്കപ്പെടുന്നില്ലെങ്കിലും ക്ഷമിക്കണം, മനസ്സിലാക്കപ്പെടുന്നില്ലെങ്കിലും മനസ്സിലാക്കണം, സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ സ്നേഹിക്കണം, മനസ്സിലാക്കപ്പെടുന്നില്ലെങ്കിലും മനസ്സിലാക്കണം, അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിലും അംഗീകരിക്കണം. അപ്പോൾ ഈ ഒരു മനോഭാവത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് നൽകിയ വചനത്തെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനാണല്ലോ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. കർത്താവേ, മനുഷ്യരെന്ന നിലയിൽ എപ്പോഴും ഞങ്ങളിലെ സ്വാർത്ഥതയും അഹങ്കാരവും താൻപോരുമയും യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നു. കർത്താവേ, സ്വയം മറന്ന് മറ്റുള്ളവരെ ഓർക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എല്ലാവരെയും വിലയുള്ളതായി കാണാൻ, ബഹുമാന്യരായി പ്രിയങ്കരായി കാണുവാൻ,
അങ്ങ് കാണുന്നത് പോലെ നോക്കിക്കാണുവാൻ, അവിടുന്ന് കേൾക്കുന്നത് പോലെ മറ്റുള്ളവരെ കേൾക്കുവാൻ, അവിടുന്ന് ഹൃദയത്തിൽ ആശ്ലേഷിച്ചതുപോലെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ ഉള്ള വലിയ കൃപ തന്ന് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴിയായി ഞങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരാകട്ടെ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുന്നതിനും അതുവഴിയായി ആത്മീയ സന്തോഷമുള്ളവരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി സകല വിശുദ്ധരോടും ചേർന്ന് ഇടവക മധ്യസ്ഥരായ വിശുദ്ധരോടും ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോടും ചേർത്ത് കർത്താവെ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. വേദന തിങ്ങുമെൻ മാനസവും തോരാതെ പെയ്യുമെൻ കണ്ണുകളും കരകവിഞ്ഞൊഴുകും കഥനങ്ങളും തിരുമുൻപിലിന്നു ഞാനേകിടുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ജീവിതം ദാനമായി നൽകിയോനെ, അങ്ങേതായി എന്നെ നീ സ്വീകരിക്കൂ. ഉയർച്ചകൾ താഴ്ചകൾ സമസ്തവും നിൻ കരങ്ങളിൽ
അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു, അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുത്തെ വലിയ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സമാധാനവും സന്തോഷവും അത് ഇപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് ഈ അവസരത്തിൽ സഭയോട് ചേർന്ന് മാർപ്പാപ്പായോടും കർദിനാൾമാരോടും മെത്രാപ്പൊലീത്താമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് ശിരസ് നമിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ദിവസം ഒരു കൊന്ത മരിയൻ കൂടാരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകളോട് ചേർത്ത് നമുക്കും കാഴ്ചവെക്കാം. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിനും ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിനും ഞാൻ മുമ്പ് സൂചിപ്പിച്ച എല്ലാ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി കാഴ്ചവെക്കാം. മറന്നുപോകരുത്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടാകും. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്കിന്ന്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.